ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 4070 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 7.11%. മഹാമാരിയെ കേരളം ശാസ്ത്രീയമായി പ്രതിരോധിക്കുന്നതായി മന്ത്രി കെ ശൈലജ. രാജ്യത്തെ കോവിഡ് കേസുകളുടെ 74% കേരളത്തിലും മഹാരാഷ്ട്രയിലുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആലപ്പുഴയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം. ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി വിവാദം ഗൂഢാലോചനയെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. മുഖ്യമന്ത്രി വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നൊവാക് ജോക്കോവിച്ചിന്. ISLൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഇന്ന് 4070 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ 500-ന് മുകളിലാണ് കോവിഡ് ബാധിതരുടെ എണ്ണം. 4345 പേർ രോഗമുക്തരായി. 58,313 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57,241 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.11%. 15 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4089 ഇന്ന് 8 പുതിയ ഹോട്ട്സ്പോട്ടുകളുണ്ട്. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 372. കോവിഡ് മഹാമാരിയെ കേരളം ശാസ്ത്രീയമായി പ്രതിരോധിക്കുന്നതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചപ്പോഴും കേരളത്തിലെ കോവിഡ് മരണനിരക്ക് കുറയ്ക്കാനായത് സമഗ്രമായ പ്രവർത്തന ഫലമാണ്. ജനസാന്ദ്രത കൂടുതലായതിനാലാണ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളെന്ന് പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ലെന്നും ശ്രീമതി കെ ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ കോവിഡ് കേസുകളുടെ 74% കേരളത്തിലും മഹാരാഷ്ട്രയിലുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ പ്രതിവാര ശരാശരി കേസുകൾ 42,000 മുതൽ 34,800 വരെയാണ്. ആലപ്പുഴ ജില്ലയിലെ സ്ഥിതി ആശങ്കാജനകമാണ്. ഇവിടെ പ്രതിവാര രോഗസ്ഥിരീകരണ നിരക്ക് 10.7%, പ്രതിവാര രോഗബാധിതരുടെ എണ്ണം 2833 വർദ്ധിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ജമ്മുകാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലും ദിവസേനയുള്ള രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ RT-PCR ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും EMCC പ്രതിനിധികളും തമ്മിലുള്ള ഗൂഢാലോചനയാണ് ആഴക്കടൽ മത്സ്യബന്ധന കരാർ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. EMCC പ്രതിനിധികൾ തന്നെ കണ്ടിരുന്നു, എന്നാൽ തന്നോടൊപ്പം അവർ മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം മേഴ്സിക്കുട്ടിയമ്മ തള്ളി. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. EMCC കമ്പനിയുമായി സർക്കാർ ഒപ്പിട്ട ധാരണാപത്രവും കമ്പനിക്ക് പള്ളിപ്പുറത്ത് 4 ഏക്കർ ഭൂമി അനുവദിച്ചതിന്റെ സർക്കാർ ഉത്തരവും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ആഴക്കടൽ മത്സ്യബന്ധന കരാർ സംബന്ധിച്ച വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കരാർ സംബന്ധിച്ച ദുരൂഹത നീക്കണം, ജനങ്ങളുടെ സംശയം നീക്കണം. കരാർ ഇടതുപക്ഷ നിലപാടുകൾക്ക് യോജിച്ചതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദ്വിദിന ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ സ്വകാര്യ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തിന്റെയാകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നിയോജക മണ്ഡലമാണ് കോട്ടയം പാല. സീറ്റ് വിഭജന ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ലെങ്കിലും പാലായിൽ മുന്നണികൾ അനൌദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു. 4 പതിറ്റാണ്ടിലേറെ പാലാ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച KM മാണിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പിൻപറ്റുന്ന കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം തോൽക്കുകയും പിന്നീട് അവർ LDFൽ ചേരുകയും വിജയിച്ച LDF സ്ഥാനാർത്ഥി ഇതേ തുടർന്ന് UDFൽ ചേരുകയും ചെയ്തതാണ് പാലായിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയാൻ കാരണമായത്. മാണി സി കാപ്പൻ MLAയുടെ UDF പ്രവേശനം തന്നെ അദ്ദേഹത്തിന്റെ പാലായിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായപ്പോൾ അതുവരെ അറച്ചുനിന്ന LDF കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തന്നെ പാലായിൽ സ്ഥാനാർത്ഥിയെന്ന് പരോക്ഷമായി പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി. ജോസ് കെ മാണി നയിക്കുന്ന ജനകീയം കാൽനട പ്രചരണ ജാഥ നാളെ മുതൽ മണ്ഡലത്തിൽ പര്യടനം ആരംഭിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം കൂടിയാകും. ഇന്ന് നടന്ന പാലാ നിയോജകമണ്ഡലം UDF നേതൃയോഗത്തിന് പിന്നാലെ മാണി സി കാപ്പനും മണ്ഡലം പര്യടനം തുടങ്ങുകയായി. അഴിമതി വിരുദ്ധ, പ്രീണന വിരുദ്ധ,
സമഗ്ര വികസന കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കേരള സർക്കാർ ഇതുവരെ ഒരു ഇന്ധന നികുതിയും വർദ്ധിപ്പിച്ചിട്ടില്ല. നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ്. കേന്ദ്രം നികുതി കുറയ്ക്കട്ടെയെന്നും ഇന്ധന നികുതി ജിഎസ്ടിയിൽ ഉൾപ്പെടുത്തട്ടെയെന്നും മന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ആരോഗ്യ പാർപ്പിട പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് പരിഹാരം കാണുമെന്ന് മന്ത്രി എ കെ ബാലൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയുടെ പുനരുദ്ധാരണത്തിന് സംസ്ഥാന സർക്കാർ പാക്കേജുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തൊഴിലാളി സംഘടനകൾ ഈ മാസം 23-ന് ആഹ്വാനം ചെയ്ത സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കെഎസ്ആർടിസി പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സമയത്ത് സമരം നടത്തുന്നത് നീതീകരിക്കാനാവില്ല. 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം മേഖലാ പ്രദർശനത്തിന് കൊച്ചിയിൽ അല്പസമയത്തിനകം തിരശ്ശീല വീഴും. നീണ്ട കാലത്തിന് ശേഷം നഗരത്തിലെത്തിയ മേളയെ ജനം ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പിന് മറ്റന്നാൾ തിരിതെളിയും. ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട്. തലശ്ശേരി ലിബർട്ടി കോംപ്ലക്സിലുള്ള 5 തിയേറ്ററുകളിലും ലിബർട്ടി മൂവി ഹൌസിലുമായാണ് മേള നടക്കുക. 46 രാജ്യങ്ങളിൽ നിന്നുള്ള 80 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. മലയാള ചിത്രങ്ങളായ ചുരുളി, ഹാസ്യം എന്നിവ ഉൾപ്പെടെ 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. സമകാലിക ലോക സിനിമാ വിഭാഗത്തിൽ 22 സിനിമകളും മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ 12 സിനിമകളും ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 7 പ്രദർശിപ്പിക്കുമെന്നും അക്കാദമി ചെയർമാൻ കമൽ കണ്ണൂരിൽ അറിയിച്ചു. കാലഡൈസ്കോപ്പ് വിഭാഗത്തിൽ 5 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. നല്ല സിനിമകൾ പ്രദർശിപ്പിക്കാനാവുക എന്നതാണ് ചലച്ചിത്രമേളകളുടെ വിജയമെന്ന് കമൽ പറഞ്ഞു. കഴിഞ്ഞ 2 പ്രേക്ഷകർ ആവേശത്തോടെയാണ് പങ്കെടുത്തത്. ചൊവ്വാഴ്ച മന്ത്രി എ കെ ബാലൻ തലശ്ശേരി മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 1 ഗോൾ നേടിയ ബംഗളൂരുവിനെതിരെ 2 ഗോളുമായി ഗോവ മുന്നിലാണ്. രാത്രി 7:30-ന് ബാംബോലിം സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2ാമത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിന്. ഫൈനലിൽ റഷ്യയുടെ ഡാനിൽ മെദ്വദേവിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. ഈ വർഷത്തെ ആലുവ ശിവരാത്രി ആഘോഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകി. മുൻ വർഷങ്ങളിലെ പോലെ വ്യാപാരമേളകൾ ഇത്തവണ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 4070 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 7.11%. മഹാമാരിയെ കേരളം ശാസ്ത്രീയമായി പ്രതിരോധിക്കുന്നതായി മന്ത്രി കെ ശൈലജ. രാജ്യത്തെ കോവിഡ് കേസുകളുടെ 74% കേരളത്തിലും മഹാരാഷ്ട്രയിലുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആലപ്പുഴയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം. ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി വിവാദം ഗൂഢാലോചനയെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. മുഖ്യമന്ത്രി വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നൊവാക് ജോക്കോവിച്ചിന്. ISLൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.